അസഹനീയമായ ചൂട് തുടരുകയാണ് സംസ്ഥാനമെങ്ങും. വേനലിൽ കാട്ടിൽ നീർച്ചോലകൾ വറ്റിവരണ്ടു. ചാലക്കുടി പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടത് വെള്ളം മാത്രമാണ്. അതിന് മനുഷ്യനെന്നോ വന്യമൃഗങ്ങളെന്നോ ഒരു വ്യത്യാസവുമില്ല. ചാലക്കുടി പുഴയോരത്ത് നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ചൂടകറ്റാൻ കാട്ടാനകളും മനുഷ്യരും ഒരുപോലെ ചാലക്കുടി പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ. വേനലിൽ കാട്ടിൽ നീർച്ചോലകളെല്ലാം വറ്റിവരണ്ടിരിക്കുന്നു. ചാലക്കുടി പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടുമുണ്ട്. അതിനിടയിലാണ് വെള്ളം കുടിക്കാനായി ആനക്കൂട്ടം എത്തുന്നത്. അവിടെയും ചാലക്കുടി പുഴയെ ആശ്രയിച്ച് കഴിയുന്ന വലിയൊരു വിഭാഗം മനുഷ്യരുമുണ്ട്. ഒരേ ഫ്രെയിമിൽ മനുഷ്യരും വന്യമൃഗങ്ങളും വന്യജീവി സംഘർഷം പലയിടത്തും വലിയ വാർത്തയാകുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു കാഴ്ച കൂടി നമ്മുടെ നാട് കാണുന്നത്. MS ലിഷോയാണ് വിവരങ്ങളുമായി. ലിഷോയി, സാധാരണ ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയാൽ ഭീതിയോടുകൂടി മാറി നിൽക്കലാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ ആളുകളെ കാണാം. പരസ്പരം ഏറ്റുമുട്ടലല്ല, കുടിവെള്ളത്തിന് വേണ്ടിയുള്ള അലച്ചിലാണ് എങ്ങും. ആ മേഖലയിലെ സ്ഥിതി എന്താണ്? വന്യമൃഗങ്ങളെല്ലാം ഇങ്ങനെ ജനവാസ മേഖലയ്ക്ക് സമീപമുള്ള വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ തേടിയിറങ്ങുകയാണ്. തീർച്ചയായും. അതായത് നമുക്കറിയാവുന്നത് പോലെ തന്നെ മനുഷ്യനായാലും മറ്റേത് മൃഗങ്ങളായാലും ജീവിക്കാനായി വെള്ളം വേണം. ആ വെള്ളത്തിന്റെ ഒരു ലഭ്യതക്കുറവ് എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു കാഴ്ചകൾ. അതിൽ പരസ്പരം പോരടിക്കുന്ന മനുഷ്യരോ മൃഗങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇരുവിഭാഗങ്ങളും അല്ലെങ്കിൽ വന്യമൃഗങ്ങളും മനുഷ്യരും എല്ലാം തന്നെ ഒരിടത്ത് നിന്നുകൊണ്ട് ആ വെള്ളം ഉപയോഗിക്കുകയാണ്. ഈ കാടിനകത്ത് വലിയ തോതിൽ ഈ വരൾച്ച അനുഭവപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വന്യമൃഗങ്ങൾ ഭക്ഷണവും വെള്ളവും തേടി നാട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെ ഈ ചാലക്കുടി പുഴയിൽ സ്ഥിരമായി ഈ കാട്ടാനകളെല്ലാം തന്നെ വന്ന് വെള്ളം കുടിച്ചെല്ലാം തന്നെ മടങ്ങി പോകുന്ന ഒരു സ്ഥലമാണ്. അത്തരത്തിലുള്ള ഇടത്ത് ഈ മനുഷ്യർ എത്തുമ്പോൾ സാധാരണഗതിയിൽ അവരെല്ലാം മാറിപ്പോവുകയും അല്ലെങ്കിൽ പല സമയങ്ങളിലും ആളുകൾക്ക് നേരെ ആക്രമണമെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു വെള്ളത്തിന് വേണ്ടിയുള്ള ഒരു സമയത്ത്, അത് കുടിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഒന്നിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റെല്ലാവരും ഉള്ള ഒരു സമയത്ത് പോലും ഇങ്ങനെ ആനകൾ അവിടെ നിൽക്കുന്നു. മനുഷ്യരെ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നേരെ പാഞ്ഞെടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതെല്ലാം തന്നെ ഈ ഒരു നമ്മൾ ഈ നാട്ടിൽ നേരിടുന്ന ഒരു വരൾച്ചയുടെ ഒരു നേർചിത്രം തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും അതിരപ്പള്ളി മേഖലയിൽ സ്ഥിരമായി കാട്ടാനകൾ ചാലക്കുടി പുഴയിൽ നിന്ന് തന്നെയാണ് വെള്ളം കുടിക്കാറുള്ളത്. ആ കുടിക്കുന്ന സമയത്ത് അവിടെ ആ പ്രദേശത്ത് ഇപ്പോൾ ആളുകളുടെ ഒരു സാന്നിധ്യവും സ്ഥിരമായി ഉണ്ടാകാറുണ്ട്. അതിന്റെ ഒരു ഫ്രെയിമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വേനൽച്ചൂട് അതിന്റെ പാരമ്യതയിലാണ്. അതിനിടയിലാണ് പലയിടത്തും നീർച്ചോലകളടക്കം വറ്റിപ്പോയത്. വെള്ളം ലഭിക്കാത്ത സ്ഥിതിയിലാണ് ജനവാസ മേഖലയിലേക്ക് ഉൾപ്പെടെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു. ചാലക്കുടി പുഴയോരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ഭാഗത്ത് മനുഷ്യൻ, മറുഭാഗത്ത് വന്യമൃഗങ്ങൾ. വെള്ളം തേടി എത്തിയതാണ് ആനക്കൂട്ടം. ലിഷോയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകി.